എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ALP എക്സാംസ് വിളിച്ചിട്ടുണ്ട്, ടെക്നീഷ്യൻ ഉടനെ വിളിക്കും, റെയിൽവേയുടെ എല്ലാ എക്സാംസും വിളിക്കുന്ന ഡേറ്റുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആ റെയിൽവേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ റെയിൽവേ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും SSC റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ വരുന്നൊരു എക്സാമാണ് റെയിൽവേ എക്സാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റെയിൽവേ എക്സാംസ് അത്യാവശ്യം വേക്കൻസി വന്ന് അത്യാവശ്യം എല്ലാവർക്കും ജോലി കിട്ടാൻ ചാൻസ് കൂടിയ ഒരു ജോബ് പൊസിഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം അതിന് വേണ്ടി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഈ ALPയുടെ ഭാഗമായിട്ട് നമ്മൾ യൂട്യൂബിൽ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നമുക്ക് ALPക്ക് ആവശ്യമായിട്ടുള്ള GKയുടെയും അതുപോലെ തന്നെ കോണ്ടിൻ്റെയും റീസണിങ്ങിൻ്റെയും ഒരു സീരീസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഡിസ്കഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് റീസണിങ് എന്ന് പറയുന്ന റീസണിങ് ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്ത് ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം ഒരുവിധമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് സിലബസിനകത്ത് പ്രത്യേകം കിടപ്പുണ്ട്. അനലോഗി ക്ലാസിഫിക്കേഷൻ, കോഡിംഗ് ഡീകോഡിങ്, ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ എന്നൊക്കെ പറഞ്ഞ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഡയറക്ഷൻ്റെ ഒരുവിധമുള്ള എല്ലാ റെയിൽവേയുടെ എക്സാമിനും, അത് ഗ്രൂപ്പ് ഡി ആണെങ്കിലും അതുപോലെ തന്നെ JE ആണെങ്കിലും ALP ആണെങ്കിലും NTPC ആണെങ്കിലും എല്ലാ എക്സാമിനും നമുക്ക് എന്തുണ്ട്, റെയിൽവേക്ക് ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഡയറക്ഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പം നമ്മൾ ALP എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ടും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട്, നമ്മൾ ബേസിക് കൺസെപ്റ്റ് കുറച്ചേ പറയത്തുള്ളൂ, എല്ലാം ഒന്നും പറയത്തില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക് കൺസെപ്റ്റും ബേസിക് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ദിശയുടെ ഓൺലൈൻ ആപ്പ് നിങ്ങൾക്കറിയാം. ആപ്പിനകത്ത് നമുക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി എക്സാംസും ബാക്കി ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്ക് ദിശയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതും മാക്സിമം എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ബേസിക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ, ബേസിക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ബേസിക് ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ സീരീസ് യൂസ്ഫുൾ ആകും. കാരണം ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് തന്നെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ബേസിക് കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് അത്യാവശ്യം നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ എക്സാംസ് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഡയറക്ഷനെ കുറിച്ച് 2-3 കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ കൂടുതലും ചോദിക്കുന്നത് ഒരാളുടെ പാത്ത് പറഞ്ഞിട്ടായിരിക്കും. ഒരാളുടെ പാത്ത് പറയും, ഒരാൾ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് നടക്കുന്നതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് പറയും. എന്നിട്ട് അയാൾ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ നടന്നിട്ട് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ തിരിയുന്നതായിട്ട് പറയും. അങ്ങനെ ഒരാളുടെ പാത്ത് പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതാണ് കൂടുതലും ഡയറക്ഷൻ്റെ ബേസ് ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ഡയറക്ഷൻ്റെ ബേസ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ ആൻഡ് ഷാഡോ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സൺ ഷാഡോ കൺസെപ്റ്റ് വെച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ ഈ പാത്തിനകത്തോ അല്ലെങ്കിൽ അല്ലാണ്ട് ബേസ് ആയിട്ടുള്ള സൺ ആൻഡ് ഷാഡോ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ABയുടെ നോർത്തിലാണ്, CDയുടെ സൗത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡേറ്റാസ് വന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എണ്ണം ചോദിക്കാറുണ്ട്. പിന്നെ അതല്ലാണ്ട് 2-3 ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ആ ഒരു ഡയറക്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ ചെറിയ ചെറിയ കുറേ കൺസെപ്റ്റുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, നമ്മൾ കുറച്ച് കാര്യം ജസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഡയറക്ഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു സെലക്റ്റീവായിട്ട് ഒരു 6-7 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരേ പാറ്റേണിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് ഡിഫറൻസ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇപ്പോൾ ALPയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കൊണ്ട് പോയി ചെയ്യരുത്. റെയിൽവേ ചോദിച്ച എല്ലാ എക്സാമുകളിലെയും എല്ലാ ഷിഫ്റ്റുകളിലെയും ക്വസ്റ്റ്യൻ ചെയ്യുക. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞ കാരണം സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് ഈ സീരീസ് നിങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്പെടുമെന്നുള്ളതിന് ഞാൻ പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് പറയുന്നത് കാരണം അതാണ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആദ്യം ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡയറക്ഷൻസ് ഒന്ന് വരയ്ക്കും. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, ഈ ഒരു ഡയറക്ഷൻ നമ്മൾ വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അത് വരച്ച് വെച്ചിട്ട് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുക, ഡയറക്ഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് പറയുന്ന ഡയറക്ഷൻ കൂടാതെ നമുക്ക് എന്തുണ്ട്, ഈ റീജിയൻസ് ഉണ്ട്. നോർത്ത് ഈസ്റ്റ് റീജിയൻ,
നോർത്ത് വെസ്റ്റ് റീജിയൻ, സൗത്ത് വെസ്റ്റ് റീജിയൻ, സൗത്ത് ഈസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞ കുറച്ച് റീജിയൻസ് ഉണ്ട്. ഈ റീജിയൻസും എന്തുണ്ട് നമുക്ക് ഈ ഡയറക്ഷനകത്ത് വരാറുണ്ട്. ഈ റീജിയൻ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു പലരും പറയുന്നത് ഈ ഒരു ഇങ്ങനെ പോകുന്ന ഒരു 45 ഡിഗ്രി പോകുന്ന ആ ഒരു ഡയറക്ഷനെയാണ് സൗത്ത് ഈസ്റ്റ് എന്ന് പലരും പറയാം. അങ്ങനെയല്ല, ഈ റീജിയനകത്ത് എവിടെ വരുമ്പോഴും എന്താണ് സൗത്ത് ഈസ്റ്റ് ആണ്, ഈ റീജിയനകത്ത് എവിടെ വന്നാലും എന്താണ് നോർത്ത് ഈസ്റ്റ്. ആ ഒരു കൺസെപ്റ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ പാത്ത് വരയ്ക്കുന്ന കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അതിൻ്റെ റൈറ്റും ലെഫ്റ്റും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ഡയറക്ഷനിൽ പോകുമ്പോൾ റൈറ്റും ലെഫ്റ്റും കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക ചെയ്യാൻ വേണ്ടി എങ്കിലും അത്. കാരണം പലപ്പോഴും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സൗത്തിലേക്ക് ഒരാൾ പോയിട്ട് റൈറ്റ് തിരിയുക എന്ന് പറയുമ്പോൾ പലരും ചെയ്യുന്ന കാര്യം ദാ ഇങ്ങനെ റൈറ്റ് തിരിയുന്നു. ഓക്കെ, ഇത് തെറ്റാണ് അല്ലേ. സൗത്തിലേക്ക് പോകുന്ന ഒരാളുടെ റൈറ്റ്, നിങ്ങളൊക്കെയാ സൗത്തിലേക്ക് പോകുന്നത് താഴേക്ക് പോകുന്ന ഒരാളാണ്. താഴേക്ക് നടന്നു പോകുന്ന ഒരാളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്, ഈ ഒരു ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത് അല്ലേ. ഇത് തെറ്റാണ്. നമ്മൾ നോർമലി മിസ്റ്റേക്ക് വരുന്ന ഏരിയയാണ് ഞാൻ പറയുന്നത്. സാധാരണയായിട്ട് ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ നോർത്തും ഈസ്റ്റും വെസ്റ്റും ആർക്കും ബുദ്ധിമുട്ടല്ല. നോർത്ത് ആവുന്ന സമയത്ത് ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ്, ഈസ്റ്റ് ആവുന്ന സമയത്ത് ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ്, വെസ്റ്റ് ആണെങ്കിൽ ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ്. ഇത്രയും കുഴപ്പമില്ല, കാരണം ഈ ഡയറക്ഷൻസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാനും. പക്ഷേ സൗത്തിലേക്ക് പോകുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് ആണ് പലരും തിരിക്കുക. അപ്പോൾ സൗത്ത് എന്ന് കാണുമ്പോൾ തന്നെ ഉടനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോണം റൈറ്റ് ലെഫ്റ്റും തിരിഞ്ഞ് വരികയാണ്. നമ്മുടെ റൈറ്റ് അല്ല ആ റൈറ്റ് അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ലെഫ്റ്റ് സൈഡാണ് റൈറ്റ് എന്ന് പറയുന്നത്, റൈറ്റ് സൈഡാണ് എന്താണ് ലെഫ്റ്റ് സൈഡ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡയറക്ഷനിലേക്ക് നിങ്ങൾ നടക്കുന്നതായിട്ട് ആലോചിക്കുക. നിങ്ങളാണ് ഈ ഡയറക്ഷൻ, നിങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് തിരിയാന്ന് നിങ്ങളോട് തിരിയത്തുള്ളൂ, ഈ ഡയറക്ഷനിലേക്ക് തിരിയത്തുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ്. കാരണം പാത്ത് വരയ്ക്കുമ്പോൾ പലരും തെറ്റിക്കുന്ന ഒരു കാര്യം ഡിസ്റ്റൻസ്. അപ്പോൾ ഒരാളിപ്പം നോർത്തിലേക്കൊരു 6 കിലോമീറ്റർ നടന്നു പറഞ്ഞിട്ട് 6 കിലോമീറ്റർ വരയ്ക്കും, റൈറ്റിലേക്കൊരു 5 കിലോമീറ്റർ നടന്നു പറഞ്ഞാൽ 5 കിലോമീറ്റർ വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 4 കിലോമീറ്റർ റൈറ്റ് തിരിഞ്ഞ് നടക്കുന്ന പറയുന്ന സമയത്ത് അപ്പോൾ റൈറ്റ് തിരിഞ്ഞ് 4 റൈറ്റും താഴേക്കാണ്, 4 കിലോമീറ്റർ നടക്കുമ്പോൾ പലരും വരയ്ക്കുന്നത് ഇങ്ങനെയൊക്കെ വരച്ച് കളയും. ഓക്കെ, അത് തെറ്റാണ്. കാരണം ഇതൊരു 6 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ വരച്ച ലൈനാണ് ഇത് അല്ലേ. അപ്പം ഇതിനേക്കാൾ കുറവായിരിക്കും എന്ന് പറയുന്നത് 4 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഈ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു പാത്ത് വരയ്ക്കുവാണ് അല്ലെങ്കിൽ ആ ഡേറ്റാസ് വെച്ച് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ഈസിയാണ്. ഓക്കെ, നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് നമ്മൾ ആദ്യം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. എപ്പോഴും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് എപ്പോഴും നല്ലതാണ്. അപ്പം അതിപ്പോൾ മാത്സ് ആയാലും റീസണിങ് ആയാലും ഏതാണെങ്കിലും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാനും നിൽക്കേണ്ട, ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അപ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് എക്സ്പ്ലനേഷനിൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ എന്തുകൊണ്ട് ശരിയായി എന്തുകൊണ്ട് തെറ്റായി എന്നുള്ള കാര്യം നമുക്ക് എന്താണ് എക്സ്പ്ലനേഷനിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ടൈം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ CBT 1-ലും CBT 2-ലും നമുക്ക് എന്തുണ്ട്, റീസണിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾ മൊത്തത്തിൽ ടൈം നോക്കുകയാണെങ്കിൽ എന്താണ്, ടൈം എപ്പോഴും കുറഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്നുള്ള ടൈം പോലും നിങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ചെയ്ത് പോവുക. ഓക്കെ, അത് ഡയറക്ഷൻ ആണെങ്കിലും ബ്ലഡ് റിലേഷൻ ആണെങ്കിലും ഏത് ടോപ്പിക് ആണെങ്കിലും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവണം. അല്ലാണ്ട് ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വായിച്ച് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അടുത്ത വീണ്ടും നമ്മൾ ഒന്നുകൂടെ വായിച്ച് അങ്ങനെ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, കൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ പറഞ്ഞത് എന്താണ്, സുന്ദർ വാക്സ് 4 kilometers towards east, then he turns right and walks 3 kilometers. Again he turns right and continues walking. Which direction is he going now? Okay, അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ മനസ്സിലായി, റെയിൽവേയുടെ ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ പേരുകളൊക്കെ ഹിന്ദി പേരുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക കൂടുതലും. അപ്പം ജസ്റ്റ് പേര് നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾ ആ ഒരു എന്താണ് ആ ഒരു ഡേറ്റാസ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സുന്ദർ വാക്സ് 4 kilometers towards east. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഡയറക്ഷൻ്റെ ക്വസ്റ്റൻ കിട്ടുക പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഈ ഒരു ബേസ് വരയ്ക്കുക. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, ഇതൊന്ന് ജസ്റ്റ് ബേസ് ആയിട്ടൊന്ന് വരയ്ക്കുക. ഓക്കെ, വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ്, സുന്ദർ വാക്സ് 4 kilometers towards ഈസ്റ്റ്, ഈസ്റ്റിലേക്ക് നടന്നു. നമുക്കറിയാം ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് പ്രകാരം ഇതാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഈസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, അയാളുടെ ഒരു 4 കിലോമീറ്റർ നടത്തും. നമ്മൾ ഈസ്റ്റിലേക്ക് 4 കിലോമീറ്റർ ഞാൻ ലൈൻ വരച്ചു, ആരോ മാർക്ക് കൊടുക്കുന്നു. ഞാൻ ഈസ്റ്റിലേക്കാണ് പോയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആരോ മാർക്ക് കൊടുക്കുന്നത്. ആരോ മാർക്ക് കൊടുത്തു, 4 മാർക്ക് ചെയ്തു. ദെൻ ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 3 kilometers. അയാൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു,
റൈറ്റ് തിരിയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡയറക്ഷനിൽ പോകുന്ന ആൾ റൈറ്റ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളാണ് നടന്ന് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് തന്നെ എങ്ങോട്ടാ, താഴേക്കാണ്. താഴേക്ക് എത്രയാണ് പോകുന്നത്, ഒരു 3 കിലോമീറ്റർ ആണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ലൈനും ഈ ലൈനും കമ്പയർ ചെയ്യണം നിർബന്ധമില്ല. അപ്പം 4 ഇത്രയും വരച്ചുകൊണ്ട് 3 അതിനേക്കാൾ ചെറുതായിരിക്കണം എന്ന് അങ്ങനെ നിർബന്ധപൂർവ്വം വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പാരലൽ ലൈൻസ് മാത്രം കൗണ്ട് ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ എടുത്താൽ മാത്രം മതി കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്തെന്താണ്, അഗെയിൻ ഹി ടേൺസ് റൈറ്റ്. അപ്പോൾ താഴേക്ക് പോകുന്ന ആൾ റൈറ്റ് തിരി. ഇവിടെയാണ് പലരും മിസ്റ്റേക്ക് വരിക. താഴേക്ക് പോകുന്ന ആൾ റൈറ്റ് തിരിയുന്നത് എങ്ങോട്ടാ, ഈ ഒരു ഡയറക്ഷനിലേക്കാണ് അല്ലേ. ഈ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് വാക്ക് ചെയ്യണം. ഇത് പിന്നെ അയാൾ നടന്നങ്ങ് പോവാണ് ഈ ഡയറക്ഷനിലേക്ക് തന്നെ അല്ലേ. ഡിസ്റ്റൻസ് ഒന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഡോട്ടർ ലൈൻസ് കൊടുക്കുന്നു. ക്വസ്റ്റ്യൻ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡേറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഗോയിങ് നൗ. ഇപ്പോൾ അയാൾ ഏത് ഡയറക്ഷനാണ് പോകുന്നത്. നമുക്കറിയാം ഫൈനലി അയാൾ നടന്നു തുടങ്ങിയത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പറഞ്ഞത്. ഈ ഒരു ഡയറക്ഷൻ ഏതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബേസിലേക്ക് പോകുന്നു. ഈ ഡയറക്ഷൻ ഏതാണ്, വെസ്റ്റ് ഡയറക്ഷനാണ്. വെസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അയാൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, വെസ്റ്റ് ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്തിനാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ബേസ് ഒന്ന് വരയ്ക്കുക. ഓക്കെ, ഇത് വരച്ച് വെച്ചിട്ടാണ് നിങ്ങൾ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇത് വരച്ച് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡേറ്റ കൃത്യമായിട്ട് മനസ്സിലാക്കി, ഡയറക്ഷൻ എവിടെയാണ് ഏതാണെന്ന് മനസ്സിലാക്കി, നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റും ലെഫ്റ്റും കൃത്യമായിട്ട് ഓക്കെ ആണെന്ന് മനസ്സിലാക്കി ഡിസ്റ്റൻസ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ്റെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസും ചോദിച്ചിട്ടുണ്ട്, കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ട് ഇതിനകത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. കാരണം വളരെ ബേസിക് ആയിട്ട് റെയിൽവേ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ്. ഓക്കെ, അത് ഗ്രൂപ്പ് ഡി ഉണ്ട്, ജെ ഉണ്ട്, ALP ഉണ്ട്, എല്ലാത്തിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്റ്റീവ് ആയിട്ടൊരു 7 ക്വസ്റ്റൻ മാത്രമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് എന്ത് ചെയ്യുക, ആദ്യം ക്വസ്റ്റൻ ഒന്ന് നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഓക്കെ, ഞാൻ എന്തായാലും എക്സ്പ്ലനേഷൻ തുടങ്ങുവാണ്. കാജൽ വാക്സ് 25 മീറ്റർ ടു ദ സൗത്ത് ഫ്രം ഹെർ ഹൗസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഡയറക്ഷൻ വരച്ച് ചെയ്യുക. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. എടാ ഈ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് നിങ്ങൾ പലരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കാണ്ടൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾ വരയ്ക്കാം. മീൻസ് ഇതൊന്ന് എഴുതി വെക്കാണ്ട് ചെയ്യും. എഴുതി വെക്കാതെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡയറക്ഷൻസ് പക്ക കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ നോർത്തും സൗത്തും പ്രശ്നം വരില്ല. കാരണം നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, അപ്പം നോർത്ത് ഇന്ത്യ മുകളിൽ, സൗത്ത് ഇന്ത്യ താഴെ, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷേ വെസ്റ്റും ഈസ്റ്റും പലപ്പോഴും തെറ്റിക്കാറുണ്ട്. ഈസ്റ്റിന് പകരം അങ്ങോട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഈസ്റ്റിന് വരെ ഇങ്ങോട്ട് വരയ്ക്കുക, വെസ്റ്റിന് വരെ അങ്ങോട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞ പല തെറ്റുകളും പലരും വരുത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, മാക്സിമം ഇതൊന്ന് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് എഴുതി പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ പഠിക്കും. ഈസ്റ്റും വെസ്റ്റും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കാണാൻ പഠിച്ചോളും. ഓക്കെ, അപ്പോൾ കാജൽ വാക്സ് 25 മീറ്റർ ടു ദ സൗത്ത് ഫ്രം ഹെർ ഹൗസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സൗത്തിലേക്കാണ് പോകുന്നത്. എവിടെ എന്ന് പറയുന്നത്, അയാളുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം സൗത്തിലേക്ക് പോവുകയാണ്. അപ്പം 25 മീറ്റർ സൗത്തിലേക്ക് വരയ്ക്കുവാണ് ഞാൻ. 25 മീറ്റർ സൗത്തിലേക്ക് വരുന്നു. ടേൺ ലെഫ്റ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക, താഴേക്ക് വരുന്നത്, സൗത്തിലേക്ക് വരുന്ന ആളുടെ ലെഫ്റ്റ് എങ്ങോട്ടാണ്, ഈ ഡയറക്ഷനിലേക്കാണ് അല്ലേ, ഈ ഡയറക്ഷനിലേക്കാണ്. ഓക്കെ, ശ്രദ്ധിച്ചോണം, മാറിപ്പോകരുത്. എന്ത് ചെയ്യുന്നു, ഒരു 10 മീറ്റർ പോകുന്നു. ഓക്കെ, ഒരു 10 മീറ്റർ പോകുന്നു. ദെൻ ടേണിംഗ് ടു ദ നോർത്ത്. പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു, നോർത്തിലേക്ക് ടേൺ ചെയ്ത് എത്ര പോകുന്നു, ഒരു 20 മീറ്റർ പോകുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു 25 മീറ്റർ വന്നു. ഇതാണ് അയാളുടെ ഹൗസ്. ജസ്റ്റ് എന്ന് മാർക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിഞ്ഞു 10 പോയി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നോർത്തിലേക്ക് തിരിഞ്ഞ് നടക്കണം. അപ്പം പിന്നെ റൈറ്റ് ലെഫ്റ്റ് അല്ല പറയുന്നത്, നോർത്തിലേക്കും തിരിഞ്ഞാൽ അപ്പം നോർത്ത് അങ്ങനെ മുകളിലേക്കാണ് നമുക്കറിയാം. മുകളിലേക്ക് എത്ര പോകുന്നു, 20 മീറ്റർ പോകുന്നു. ഓക്കെ, മുകളിലേക്ക് ഒരു 20 മീറ്റർ പോകും. നമുക്കറിയാം ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുമ്പോൾ ഇതിന് പാരലായിട്ട് ലൈൻ എന്നുണ്ടല്ലേ. ഇതുമായി കമ്പയർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഇത് വരയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡേറ്റ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഡിസ്റ്റൻസ് കമ്പയർ ചെയ്ത് മാത്രമേ വരയ്ക്കുക. പാരലൽ ലൈൻസ് വന്നാൽ കമ്പയർ ചെയ്യുക. അപ്പം ഏകദേശം ഇതുവരെ 20 എന്ന് പറയുന്നത് 25നേക്കാൾ ചെറുതായിരിക്കും ഉറപ്പായിട്ടും വരച്ച് കഴിഞ്ഞു. ഇനി എന്താ ചോദിക്കുന്നത് നോക്കിയേ, ഷീ ഗോസ് 20 മീറ്റർ ആൻഡ് ദെൻ സ്റ്റാർട്ട്സ് വാക്കിംഗ് ടു ഹെർ ഹൗസ്. ഓക്കെ, എന്നിട്ട് അവൾ എന്ത് ചെയ്യുന്നു, അവളുടെ വീട്ടിലേക്ക് നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ വരെ എത്തിയിട്ട് അയാളുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പം നമുക്കറിയാം ഹൗസ് ഇതാണെന്ന് അറിയാം. വീട്ടിലേക്ക് നടക്കുന്നത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും നടക്കുക അല്ലേ, ഇങ്ങനെ നടക്കുവാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് നടക്കുവാണ് അയാൾ. ചോദിക്കണം, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ വാക്കിംഗ് നൗ. ഇപ്പോൾ അവൾ ഏത് ഡയറക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഡയറക്ഷൻ. ഓക്കെ, നമുക്ക് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് പറഞ്ഞ പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻസ് 4 ഉണ്ട്. അത് കൂടാതെ നമുക്കറിയാം റീജിയൻസ് ഉണ്ട്. അപ്പം ഒരു ഇൻക്ലൈൻ ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻക്ലൈൻ ഡയറക്ഷൻ ആണെങ്കിൽ അത് റീജിയനകത്തേ വരത്തുള്ളൂ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് നോർത്തിലേക്ക് നടന്നു എന്ന് പറഞ്ഞ ആൻസർ എഴുതി വെക്കാറുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ എവിടെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഉണ്ടോ, ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ലൈനെ ഈ ഒരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡയറക്ഷനാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നോർത്തിനും വെസ്റ്റിനും ഇടയിലല്ലേ, നമ്മുടെ ആൻസർ എന്തായിരിക്കും, നോർത്ത് വെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ആൻസർ നോർത്ത് വെസ്റ്റ്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ
ആൻസർ എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്ട്രാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യുന്നു, ഡയറക്ഷൻ വരച്ച് വരുന്ന സമയത്ത് ഫൈനൽ ഡയറക്ഷൻ ചോദിക്കുമ്പോൾ ആ ഒരു ഇൻക്ലൈൻ ഡയറക്ഷൻ ആയിട്ടാണ് വരുന്നത് എന്നുള്ള വ്യത്യാസമാണ് വരുന്നത്. നേരത്തെ നമുക്ക് മുകളിലേക്കോ താഴേക്കോ സൈഡിലേക്കോ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ ഒരു ഇൻക്ലൈൻ ഡയറക്ഷൻ വന്നാൽ അത് റീജിയനിലായിരിക്കും. ആ റീജിയൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലീവ്സ് ഹിസ് ഹൗസ് ഫേസിംഗ് വെസ്റ്റ്. ഓക്കെ, എക്സ് അയാളുടെ വീട് വിട്ടിറങ്ങുവാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫേസിംഗ് വെസ്റ്റ്, വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഡയറക്ഷൻ വരയ്ക്കുവാണ് ഞാൻ. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഓക്കെ, അയാൾ ഫേസിംഗ് വെസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനാണ്, ഈ ഒരു ഡയറക്ഷനാണ്. ഓക്കെ, വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനാണ്. അതാ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു 100 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, 100 കിലോമീറ്റർ യൂണിറ്റ് ആകുമ്പോൾ എല്ലാം ഒരേ യൂണിറ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും യൂണിറ്റിലായിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, 100 കിലോമീറ്റർ ഇൻ സെയിം ഡയറക്ഷൻ. അതായത് ഫേസിംഗ് വെസ്റ്റ് ആണല്ലോ, അപ്പം വെസ്റ്റ് ഡയറക്ഷൻ തന്നെ, സെയിം ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു, അയാൾ നടക്കുവാണ്. ഹി ടേൺസ് റൈറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ പോകുന്ന ഒരാൾ, ഓക്കെ, ഇങ്ങനെ പോകുന്ന ഒരാൾ റൈറ്റ് തിരിയുന്നത് എങ്ങോട്ടായിരിക്കും, മുകളിലേക്കായിരിക്കും അല്ലേ. മുകളിലേക്ക് എത്രയാണ് പോകുന്നത് പറയുന്നത്, മുകളിലേക്കൊരു ദെൻ ഹി ടേൺസ് ലെഫ്റ്റ് അല്ലല്ലോ, റൈറ്റ് ആൻഡ് അഗെയിൻ ഡ്രൈവ്സ് 100 കിലോമീറ്റർ. അപ്പം മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു 100 കിലോമീറ്റർ ആണ് അയാൾ പോകുന്നത്. ഓക്കെ, മുകളിലേക്ക് ഒരു 100 കിലോമീറ്റർ പോകുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് അയാൾ, ദെൻ ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ്സ് 50 കിലോമീറ്റർ. ഓക്കെ, അപ്പം പിന്നെ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് തിരിയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പോകുന്ന ആൾ ലെഫ്റ്റ് തിരിയാൻ എങ്ങോട്ടായിരിക്കും, ഈ ഒരു ഡയറക്ഷനിലേക്ക് അല്ലേ. ഈ ഡയറക്ഷനിലേക്ക് എത്രയാണ് പോകുന്നത്, ഒരു 50 പോകുന്നത്. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് എക്സ് ഇൻ റിലേഷൻ ടു ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എക്സ് ഏത് ഡയറക്ഷനിലാണ് റിലേറ്റഡ് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, റിലേറ്റഡ് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് ചോദിക്കാം, വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് ചോദിക്കാം, ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ചോദിക്കാം, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അതായത് ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഇയാൾ ഏത് ഡയറക്ഷനാണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും എക്സ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുവാണ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു. അയാളെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്, ഇത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ എക്സ് ഏത് ഡയറക്ഷനിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പോയിന്റിൽ നിന്നാണ് നിങ്ങൾ നോക്കുന്നത്. ഈ പോയിന്റ് നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എക്സിനെ നോക്കുക, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്ന് വിചാരിക്കുക. എക്സിനെ നോക്കണം, നിങ്ങൾ എങ്ങനെ നോക്കണം, ഈ ഒരു ഡയറക്ഷൻ വേണം നോക്കാൻ. ഇങ്ങനെ നോക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിനെ കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ഡയറക്ഷൻ തന്നെയാണ് അല്ലേ. അതാണ്ട് റീജിയനിൽ വരുന്ന ഡയറക്ഷനാണ്. ഈ ഒരു ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയാൽ അത് ഇവിടെ വരും. അത് നോർത്തിനും വെസ്റ്റിനും ഇടയിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, നോർത്ത് വെസ്റ്റ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ, നോർത്ത് വെസ്റ്റ് ആയിരിക്കും. ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ നോക്കുക. അവർ പറഞ്ഞിങ്ങനെയാണ്, ശിവ വാക്ക്ഡ് 4 കിലോമീറ്റർ ഫ്രം ഹിസ് ഹൗസ് ടുവേർഡ്സ് ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ഡയറക്ഷൻ വരയ്ക്കുവാണ്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഓക്കെ, ശിവ എന്ത് ചെയ്യുന്നു, 4 കിലോമീറ്റർ ഫ്രം ഹിസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകുന്നു, ടുവേർഡ്സ് ഈസ്റ്റ് ഡയറക്ഷൻ, ഈസ്റ്റിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈസ്റ്റിലേക്ക് ആദ്യം വരയ്ക്കുവാണ്. ഓക്കെ, ഈസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു 4 കിലോമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, ഇതാണ് അയാളുടെ ശിവയുടെ ഹൗസ്. ഓക്കെ, ഹൗസിൽ നിന്ന് ഇറങ്ങി 4 കിലോമീറ്റർ എന്ത് ചെയ്യുന്നു, അയാൾ ഈസ്റ്റിലേക്ക് പോകുന്നു. ആൻഡ് ടേൺഡ് ടുവേർഡ്സ് സൗത്ത്. പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു, സൗത്തിലേക്ക് ടേൺ ചെയ്തു. നമ്മൾ നേരത്തെ റൈറ്റ് എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ നമുക്ക് സൗത്ത് എന്ന് പറയുന്നത് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ സൗത്തിലേക്ക്, നമുക്ക് സൗത്ത് തന്നെ അങ്ങോട്ട് താഴേക്കാണ് നമുക്കറിയാം അല്ലേ. സൗത്തിലേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഒരു 2 കിലോമീറ്റർ പോകുന്നു. ഓക്കെ, സൗത്തിലേക്ക് തിരിഞ്ഞ് ഒരു 2 കിലോമീറ്റർ പോയി. ഫൈനലി ഹി വാക്ക്ഡ് 1.5 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, പിന്നെ അയാൾ നടക്കുന്നു. എത്രയാണ്, 1.5 കിലോമീറ്റർ. ഈസ്റ്റ് എന്ന് നമുക്കറിയാം ഈ ഡയറക്ഷനാണ്. ഈ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു 1.5 കിലോമീറ്റർ എന്ത് ചെയ്യുന്നു, അയാൾ പോകുന്നു, നടന്നു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നോക്കി, നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ഹിസ് ഹൗസ്. ഓക്കെ, അയാളുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ അയാൾ ഏത് ഡയറക്ഷനിലാണ്, നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും പറയാണ്ട് എന്ത് ചെയ്യുന്നു, ഡയറക്ഷൻസ് മാത്രം പറയുന്നു. ആദ്യം ഈസ്റ്റിലേക്ക് പോകുന്നു, പിന്നെ സൗത്തിലേക്ക് പോകുന്നു, വീണ്ടും ഈസ്റ്റിലേക്ക് പോകുന്നു. എന്നാൽ ഡയറക്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആ ഒരു സംഭവം എത്ര വ്യത്യാസമുണ്ട്, ക്വസ്റ്റ്യൻ വേറെ വ്യത്യാസമൊന്നുമില്ല. ക്വസ്റ്റ്യൻ എന്താണ്, നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി. ഇപ്പോൾ അയാൾ ഏത് ഡയറക്ഷൻ, നമുക്കറിയാം ശിവ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അല്ലേ. ഫ്രം ഹിസ് ഹൗസ്, അയാളുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പം ഹൗസ് ഇവിടെയാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുന്നത്, ഇങ്ങനെ നോക്കണം, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശിവയെ കാണാൻ സാധിക്കും. ഈ ഒരു ഡയറക്ഷൻ വേണം നിങ്ങൾ നോക്കാൻ. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ അത് വരുന്നത്, അത് സൗത്തിനും ഈസ്റ്റിനും ഇടയിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, സൗത്ത് ഈസ്റ്റ് എന്ന് വരും. ഓക്കെ, ആൻസർ സൗത്ത് ഈസ്റ്റ് എന്ന് വരും. ഓക്കെ, അത്യാവശ്യം നിങ്ങൾക്ക് എന്താണ് ഒരു പാത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.
അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ നോക്കിയേ, രാജ് വാക്സ് 10 മീറ്റർ ഫ്രം ഹിസ് ഹോം ടുവേർഡ്സ് നോർത്ത്. ഓക്കെ, അപ്പം ഒരാളുടെ പാത്ത് വരയും. നമ്മൾ എന്ത് ചെയ്യുന്നു, ഉടനെ പാത്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്ഷൻ ആദ്യം വരയ്ക്കുന്നത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് അല്ല. ഓക്കെ, ആദ്യം എന്തോ നോർത്തിലേക്ക് പോവാണ്. ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്സ് 25 മീറ്റർ, ദെൻ ടേൺ ലെഫ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആദ്യം അല്ല സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 10 മീറ്റർ എന്ത് ചെയ്യുന്നു, നോർത്തിലേക്ക് പോവാണ്. ഓക്കെ, 10 മീറ്റർ എന്ത് ചെയ്യുന്നു, നോർത്തിലേക്ക് പോയി. ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്സ് 25 മീറ്റർ അല്ല എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് തിരിഞ്ഞു. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ലെഫ്റ്റ് നിന്ന് ഈ ഒരു ഡയറക്ഷനിലേക്ക് അല്ലേ. എത്രയാണ് പോകുന്നത്, ഒരു 25 ആണ് പോകുന്നത്. ഓക്കെ, 25 പോയി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, then turn left walks 40 meters. വീണ്ടും എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് തിരിയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് ഈ ഡയറക്ഷനിൽ പോകുന്ന ഒരാൾ ലെഫ്റ്റ്, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഡയറക്ഷൻ നിങ്ങൾ മൂവ് ചെയ്യുകയാണ്, നിങ്ങളുടെ ലെഫ്റ്റ് അങ്ങോട്ട് അറിയും, താഴേക്കായിരിക്കും. എത്രയാണ് പോകുന്നത്, 40 മീറ്റർ ആണ്. അപ്പോൾ താഴേക്ക് 40 പോകുമ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, 10 താഴെ വരണം അല്ലേ. ഓക്കെ, 40 മീറ്റർ പോകുന്നു. ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 5 മീറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കാം, പിന്നെ ആൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് തിരിയും. അപ്പോൾ താഴേക്ക് പോകുന്ന ആളുടെ റൈറ്റ് നാളേക്ക് ആലോചിക്കുക, എങ്ങോട്ടായിരിക്കും വരിക, ഈ ഡയറക്ഷനിലേക്കായിരിക്കും അല്ലേ. എത്രയാണ് പോകുന്നത്, ഒരു 5 മീറ്റർ ആണ് പോകുന്നത്. ടു റീച്ച് ദ സ്കൂൾ. ഓക്കെ, സ്കൂളിൽ എത്തുന്നു അയാൾ. ഇത് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ എവിടെ നിന്നാണ്, ഹോമിൽ നിന്നല്ലേ, വീട്ടിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്, ഇതോ. ഓക്കെ, വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ആൾ എവിടെ എത്തുന്നു, അയാളുടെ സ്കൂളിൽ എത്തുന്നു. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈ സ്കൂൾ ഫ്രം ഹിസ് ഹോം. ഓക്കെ, ഇത് ഏത് ഡയറക്ഷനിലാണ് അയാളുടെ സ്കൂള്, ഫ്രം ഹിസ് ഹോം അയാളുടെ വീട്ടിൽ നിന്ന് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്കൂൾ ഏത് ഡയറക്ഷനാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾ നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ സ്കൂൾ ഇവിടെയല്ലേ, ഏത് ഡയറക്ഷൻ, അത് ഇങ്ങനെയല്ലേ നമ്മൾ നോക്കുക അല്ലേ. ഈ ഒരു ഡയറക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ സ്കൂൾ കാണാം. ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ വരും, ഇവിടെയല്ലേ വരിക. അതെന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ആണ് അല്ലേ. ആൻസർ എന്ത് വരും, സൗത്ത് വെസ്റ്റ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എങ്ങനെയൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഫൈനൽ ഡയറക്ഷൻ ചോദിക്കാം. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരാളുടെ പാത്ത് പറഞ്ഞിട്ട് ഫൈനൽ അയാൾ ഏത് ഡയറക്ഷനിലേക്ക് പോയെന്ന് ചോദിച്ചു. ഫൈനൽ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചു. അവിടെ നമുക്ക് എന്താണ് നോർമൽ ഡയറക്ഷൻസും അതുകൂടാതെ റീജിയൻസിനകത്ത് വരുന്ന ഡയറക്ഷൻസും ഇൻക്ലൈൻ ഡയറക്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസിന് എന്തായിരുന്നു, നമുക്ക് ഒരാളുടെ പാത്ത് പറഞ്ഞിട്ട് വിത്ത് റെസ്പെക്ട് ടു സം പോയിന്റ് അല്ലെങ്കിൽ ഫ്രം സം പോയിന്റ് എന്താണ് അയാൾ ഏത് ഡയറക്ഷനാണെന്ന് ചോദിക്കുന്നതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, മിസ് റിസഡ് സ്റ്റാൻഡ് ഫേസിങ് ടുവേർഡ്സ് ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. ദേ ടേൺ ലെഫ്റ്റ്, അല്ല ഓക്കെ, ഹി ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്സ് 5 കിലോമീറ്റർ ആൻഡ് റീച്ച് പോയിന്റ് എ. ദെൻ ദേ, ഓക്കെ, ദേ എന്നാണ് വരുന്നത്. ഓക്കെ, ദേ അല്ല, ഹി ആണ് വരുന്നത്. കാരണം ഇസഡ് എന്നൊരാൾ മാത്രമേ കുറിച്ചല്ലേ പറയുന്നുള്ളൂ. ഹി ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്സ് 4 കിലോമീറ്റർ. അപ്പം എന്താണ് ഒരാളുടെ പാത്ത് തന്നെയാണ് അവർ പറയുന്നത് അല്ലേ, പാത്ത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇതിനകത്ത് ഡേറ്റാസ് വരുന്ന സമയത്ത് എന്താണ് മിസ്റ്റർ റിസഡ് സ്റ്റാൻഡ് ഫേസിങ് ടുവേർഡ്സ് ഈസ്റ്റ് എന്നാണ് കാണുന്നത് അല്ലേ. ഈസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷൻ നിങ്ങൾ കാണുന്നു. അപ്പോൾ പലരും ചെയ്യുന്നത് ഉടനെ ഓടി ചെന്നിട്ട് നമ്മൾ ഡയറക്ഷൻസ് വരയ്ക്കുന്നു, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് പറഞ്ഞിട്ട് ആദ്യമേ എന്ത് ചെയ്യുന്നു, അയാൾ ഈസ്റ്റിലേക്ക് അങ്ങ് നടത്തുന്നു. ഓക്കെ, അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നോക്കിയേ, ഇസഡ് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇസഡ് ഈസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നേ പറഞ്ഞുള്ളൂ. പലരും ഈസ്റ്റ് കണ്ട ഉടനെ ഈസ്റ്റിലേക്ക് അങ്ങ് വരച്ചു തുടങ്ങും. എന്നിട്ട് എന്താണ് 5 കിലോമീറ്റർ അതിന് കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നു, തിരിഞ്ഞ് നടക്കുന്ന രീതിയിലാണ് പലരും ചെയ്യാറ്. ഓക്കെ, അങ്ങനെയല്ല ക്വസ്റ്റ്യൻ പറയുന്നത്, ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഈസ്റ്റിലേക്ക് ഫേസ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈസ്റ്റിലേക്ക് ഫേസ് നിൽക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം, അല്ലെങ്കിൽ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആൾ ലെഫ്റ്റ് തിരിഞ്ഞ് നടന്നു പറഞ്ഞത്, അത് ഈസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്ന ആൾ ലെഫ്റ്റ് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. നിങ്ങൾ ആലോചിക്കുക, ഈസ്റ്റിലേക്ക് നോക്കി നിൽക്കുകയാണ്, അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, അപ്പം ദാ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരാളാണ്. ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളുടെ ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും, മുകളിലേക്കായിരിക്കും അല്ലേ. അപ്പം മുകളിലേക്കായിരിക്കും എന്ത് ചെയ്യുക, അയാൾ നടന്നു തുടങ്ങുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വരച്ചു തുടങ്ങണം. അപ്പോൾ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരാൾ അയാൾ ലെഫ്റ്റ് തിരിഞ്ഞ് നടന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഇതാ ഇങ്ങനെ വരയ്ക്കുവാണ്. എങ്ങനെ, ഹി ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്സ് 5 കിലോമീറ്റർ. അയാൾ എന്ത് ചെയ്യുന്നു, ഒരു 5 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യം നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ആൻഡ് റീച്ച് പോയിന്റ് എ എന്ന് പറയുന്നുണ്ട്, എ എന്ന് പറയുന്ന പോയിന്റിലെത്തി എന്ന് പറയുന്നുണ്ട്. ദെൻ ഹി ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്സ് 4 കിലോമീറ്റർ. എൻ്റെ ആൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് തിരിയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ലെഫ്റ്റ് എങ്ങോട്ടാണ്, അതാ ഈ സൈഡിലേക്കാണ് അല്ലേ. ഈ സൈഡിൽ തിരിഞ്ഞ് എത്ര പോകുന്ന അയാൾ, 4 കിലോമീറ്റർ പോകുന്നു. ആൻഡ് റീച്ച് പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റിലെത്തുന്നു. ഓക്കെ, ദെൻ ഹി ടേൺ റൈറ്റ്. ഓക്കെ, ദേ വിട്ടേക്കുക, ഹി ആക്കുക. ദെൻ ഹി ടേൺ റൈറ്റ് ആൻഡ് വാക്സ് 3 കിലോമീറ്റർ. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ പോകുന്ന ഒരാൾ റൈറ്റ് തിരിയാന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും, മുകളിലേക്കായിരിക്കും അല്ലേ. മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു 3 കിലോമീറ്റർ പോകുന്നു.
ഓക്കെ 3 കിലോമീറ്റർ പോകുന്നു ആൻഡ് റീച്ച്ഡ് പോയിന്റ് സി എന്ന് പറയുന്നുണ്ട് സി. അപ്പം ഓരോ എത്തുന്ന ചില സ്ഥലത്തെ അവരെന്ത് ചെയ്യുന്ന ഒരു പോയിന്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഫൈനലി ടേൺ റൈറ്റ്, വീണ്ടും എന്ത് ചെയ്യുന്നു റൈറ്റ് തിരിയാണ്. അപ്പം ഇങ്ങനെ പോകുന്ന ഒരാൾ റൈറ്റിന് എന്താണ് ഈ ഒരു ഡയറക്ഷനിലേക്കാണ്. ആൻഡ് വോക്സ് 10 കിലോമീറ്റർ. അപ്പം നിങ്ങൾ നോക്കാം ഇത് 4 ആണ്, ഇത്രയും 4 ആകുമ്പോൾ ഇവിടെ നിന്ന് 10 വരയ്ക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, അതിനേക്കാൾ കൂടി നിൽക്കണം. ഓക്കെ ഇത്രയായി. പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വിച്ച് ഡയറക്ഷൻ ഈസ് മിസ്റ്റർ ഇസഡ് ഫേസിങ് അറ്റ് പോയിന്റ് ബി. പോയിന്റ് ബിയിൽ അയാൾ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ ശ്രദ്ധിക്കുക, പോയിന്റ് ബിയിൽ എത്തുമ്പോൾ അയാൾ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്, ഈ ഒരു ഡയറക്ഷനിലാണ്. കാരണം ഇവിടെ എത്തുമ്പോൾ അയാൾ ഈ ഒരു ഡയറക്ഷനിലാണ് നോക്കി നിൽക്കുന്നത്, പിന്നെ അയാൾ തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്തത് അല്ലേ. ബിയിൽ എത്തുമ്പോൾ അയാൾ നോക്കി നിൽക്കുന്ന ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, വെസ്റ്റ് ഡയറക്ഷനാണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും, വെസ്റ്റ് ആയിരിക്കും. ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യനിൽ വ്യത്യാസമുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. പാത്ത് പറയുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഇനീഷ്യൽ ഡയറക്ഷൻ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. അതായത് അയാൾ നോർത്തിലേക്ക് പോയി എന്ന് പറയുന്ന കണ്ടീഷൻ അവർ അങ്ങനെ പറയാണ്ട് എന്ത് ചെയ്യുന്നു, ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിന്നാൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നടക്കുന്നു. അപ്പം ഒരിക്കലും നിങ്ങൾ ഡേറ്റ വായിക്കുന്ന സമയത്ത് ഒരു ഡയറക്ഷൻ കണ്ട ഉടനെ ആ ഡയറക്ഷനിലേക്ക് വരച്ചാൻ തുടങ്ങരുത്. കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇസഡ് എന്ത് ചെയ്യുന്നു, ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്, അവിടെ നിന്ന് അയാൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് തിരിയുന്നതാണ്. അപ്പം ഇസഡിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന ആളുടെ ലെഫ്റ്റ് തിരിയാന്ന് അയാൾ എങ്ങോട്ടാ പോകാം, നോർത്തിലേക്കായിരിക്കും പോകാം. അത് പോയിട്ട് നമ്മൾ ബാക്കി ഡയറക്ഷനൊക്കെ നമുക്ക് വരയ്ക്കാൻ അറിയാം. അത് വരച്ച് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റനാണ് ചോദിക്കുന്നത്. സാധാരണ രീതിയിൽ ഫൈനൽ ഡയറക്ഷൻ ഏതെന്ന് ചോദിക്കാറുണ്ട്. വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇയാൾ ഏത് ഡയറക്ഷൻ ക്വസ്റ്റൻ ചോദിക്കാറുണ്ട് അല്ലേ. ഇവിടെ പക്ഷേ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റൻ ആണ്. എന്താണ്, വിച്ച് ഡയറക്ഷൻ ഈസ് മിസ്റ്റർ ഇസഡ് ഫേസിങ് അറ്റ് പോയിന്റ് ബി. ബിയിൽ എത്തുമ്പോൾ അയാൾ ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതിലാണ് ക്വസ്റ്റൻ ചോദിച്ചത്. അപ്പം ബിയിലേക്ക് നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, വെസ്റ്റ് ഡയറക്ഷനിലാണ് നടന്നു വന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനായിരിക്കും എന്ത് ചെയ്യുക, ബിയിൽ എത്തുമ്പോൾ അയാൾ നോക്കി നിൽക്കുക. ഓക്കെ നമ്മുടെ ആൻസർ വെസ്റ്റ് ആയിരിക്കും വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ പേഴ്സൺ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം എ പ്ലേസ്. ആഫ്റ്റർ വാക്കിംഗ് 1 kilometer he turns left. Then after walking half a kilometer he again turns left. If he going towards east, then in which direction did he start walking? Okay, അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ്, ഒന്ന് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ എങ്ങനെയാണ്, ഏത് ഡയറക്ഷനിലേക്കാണെന്ന് പറയും അല്ലേ. സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ന ഡയറക്ഷനിലേക്കാണെന്ന് പറയും. അങ്ങനെയാണ് ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്ന ഡയറക്ഷൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് റൈറ്റ് തിരിയുന്നു, ലെഫ്റ്റ് തിരിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈനൽ ഡയറക്ഷൻ എന്ന് ചോദിക്കാറുണ്ട്. വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഏത് ഡയറക്ഷൻ ചോദിക്കും, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒരു വ്യത്യാസമുണ്ട് അല്ലേ, ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്, എ പേഴ്സൺ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം എ പ്ലേസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഏത് ഡയറക്ഷനിലേക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ആഫ്റ്റർ വാക്കിംഗ് 1 kilometer എന്ന് പറഞ്ഞാണ് ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനീഷ്യൽ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ, അത് ഇവിടെ മാത്രമല്ല വേറെ 2-3 സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനീഷ്യൽ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ഡയറക്ഷനിൽ വരച്ചു തുടങ്ങാം. ഓക്കെ അപ്പോൾ നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. നമ്മുടെ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഈ കൺസെപ്റ്റ് വെച്ച് വരയ്ക്കണമെങ്കിൽ ഇനീഷ്യൽ ഡയറക്ഷൻ നമുക്ക് അറിയണം. ഓക്കെ അപ്പോൾ ഇനീഷ്യൽ ഡയറക്ഷൻ പറയാതെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് വരച്ചു തുടങ്ങാം. നിങ്ങൾ പുറകിൽ നിന്ന് വരയ്ക്കാൻ നിൽക്കരുത്, ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് വരയ്ക്കുക. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഫൈനൽ ഡയറക്ഷൻ ഈസ്റ്റ് എന്ന് പറയുന്നുണ്ട് പുറകിലോട്ട് വരയ്ക്കും. സിമ്പിൾ ക്വസ്റ്റനൊക്കെ ചിലപ്പോൾ നമുക്ക് പറ്റും, വലിയ കുഴപ്പം വരത്തില്ല. പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരാളുടെ പാത്ത് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് അത് പാടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ഡയറക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം, മുകളിലേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാം, താഴേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ വെസ്റ്റിലേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. വെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഡയറക്ഷൻ നമുക്ക് അറിയില്ല. അപ്പോൾ ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ജേർണി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കോണം, ഇവിടെ പറയുന്നത് എ പേഴ്സൺ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം എ പ്ലേസ്. ആഫ്റ്റർ വാക്കിംഗ് 1 kilometer ഹി ടേൺസ് ലെഫ്റ്റ്. ഓക്കെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ വരച്ച് സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ വരച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ ഒരാൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു പ്ലേസിൽ നിന്ന് ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം, മുകളിലേക്ക് വരയ്ക്കാം, ഇഷ്ടമുള്ള രീതി വരയ്ക്കാം കേട്ടോ. എന്നതാ പറയുന്നത്, ആഫ്റ്റർ വാക്കിംഗ് 1 kilometer അല്ലെങ്കിൽ ഒരു 1 kilometer നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഹി ടേൺസ് ലെഫ്റ്റ്. ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് തിരിയാണ്. ഓക്കെ അപ്പോൾ എന്താണ് ലെഫ്റ്റ് തിരിയാൻ, എന്താ ഈ ഒരു ഡയറക്ഷനിലേക്കാവുന്നു. ദെൻ ആഫ്റ്റർ വാക്കിംഗ് ഹാഫ് എ കിലോമീറ്റർ, എൻ്റെ ഒരു 1/2 kilometer, ഇതിൻ്റെ പകുതി കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഓക്കെ ഹാഫ് കിലോമീറ്റർ ഹിറ്റ് അഗെയിൻ ടേൺസ് ലെഫ്റ്റ്, വീണ്ടും അയാൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് തിരിയുന്നു. ഓക്കെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നടക്കുന്നു, അല്ലെങ്കിൽ ഈ ലെഫ്റ്റിലേക്ക് തിരിയുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ ഇഫ് ഹീസ് ഗോയിങ് ടുവേർഡ്സ് ഈസ്റ്റ്, ഇപ്പോൾ അയാൾ ഈസ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ, അപ്പം ഇങ്ങനെ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസ്റ്റിലേക്കാണ് എന്നാണ് പറയുന്നത്. ഓക്കെ എങ്കിൽ അയാൾ ഏത് ഡയറക്ഷനിലാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ ബേസ് ഇതാണ്, നമ്മുടെ ഡയറക്ഷൻ്റെ ബേസ് ഇതാണ്. ഇത് പ്രകാരം വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ ഡയറക്ഷൻ തന്നെ ഏതാണ്, വെസ്റ്റ് ആണ് അല്ലേ. ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അത് വെസ്റ്റ് ആണ്. പക്ഷേ ഇവരുടെ കണ്ടീഷനിൽ നമ്മൾ വരച്ച് വന്നപ്പോഴത്തേക്കും ഈ ഡയറക്ഷൻ എന്തെന്നാണ് പറയുന്നത്, ഈസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയാം, ഡയറക്ഷനകത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. എന്താണ്, ഇത് ഈസ്റ്റ് ആകണം.
നമ്മൾ വരച്ച പ്രകാരം എന്താണ്, ഇത് ഈസ്റ്റ് ഡയറക്ഷൻ, ഇങ്ങോട്ട് പോകുന്നത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ സൈഡിൽ എന്ത് ചെയ്യണം, ഈസ്റ്റ് വരണം, ഇവിടെ ഈസ്റ്റ് വരണം. ഇവിടെ ഈസ്റ്റ് വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡയറക്ഷനെ മൊത്തത്തിൽ അങ്ങ് മാറ്റി വരയ്ക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ പാത്ത് വരയ്ക്കുക. ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്ത് പാത്ത് വരയ്ക്കുക. പാത്ത് വരച്ചിട്ട് അവരുടെ കണ്ടീഷൻ മനസ്സിലാക്കുക. അവരുടെ കണ്ടീഷൻ പ്രകാരം നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതെവിടെയാണ് വരുന്നത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരെ മാറ്റി എഴുതുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈസ്റ്റ് ഇവിടെ കൊണ്ട് എഴുതുന്ന സമയത്ത് വെസ്റ്റ് അപ്പുറത്തോട്ട് മാത്രം എഴുതി മാറ്റം വരുത്തുകയല്ല ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡയറക്ഷൻ മൊത്തത്തിൽ എന്ത് ചെയ്യണം, ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. നോക്കുമ്പോൾ സമയത്ത് ഈസ്റ്റ് ഇങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, സൗത്ത് ഇവിടെ വരും, വെസ്റ്റ് ഇവിടെ വരും, നോർത്ത് ഇവിടെ വരും. ഇങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഇതിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ഈ ഡയറക്ഷനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരിക്കലും പിന്നെ ഇത് നോക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുന്നത് അയാൾ ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഡിഡ് ഹി സ്റ്റാർട്ട് വാക്കിംഗ്, അയാൾ ഏത് ഡയറക്ഷനിലേക്കാണ് അയാളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്, വാക്കിംഗ് ചെയ്തത് ഏത് ഡയറക്ഷനിലേക്കാണ്. നമുക്കറിയാം ഈ ഒരു ഡയറക്ഷനിലേക്കാണ് അയാൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്, വെസ്റ്റ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, വെസ്റ്റ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ഡയറക്ഷൻ പറയാത്ത ക്വസ്റ്റ്യൻ, അതിവിടെ മാത്രമല്ല, നമുക്ക് 2-3 കൺസെപ്റ്റുകളിൽ ഈ ഡയറക്ഷൻ മാറ്റി വരയ്ക്കുന്ന കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വേറെ ഉണ്ട്. അപ്പോൾ ഇതാദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇനീഷ്യൽ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഏതെങ്കിലും ഡയറക്ഷൻ. ഇപ്പോൾ ഞാനിങ്ങനെ തുടങ്ങി, കാരണം ഞാൻ എല്ലാ ക്വസ്റ്റിനും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം, താഴേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ സ്റ്റാർട്ട് ചെയ്താലും അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ഡയറക്ഷൻസ് മാറി വന്നോളും. ഓക്കെ, നിങ്ങൾ വരയ്ക്കുന്ന അനുസരിച്ച് ഇത് മാറി വരും. ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ സെയിം സംഭവം തന്നെ വരും അല്ലേ. കാരണം നിങ്ങൾ വരയ്ക്കുന്ന ഡയറക്ഷൻ തന്നെയാണ് ഒറിജിനൽ ഡയറക്ഷൻ എങ്കിൽ നമുക്ക് എന്താണ് ഇത് തന്നെ വരും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് വരച്ച് തുടങ്ങിയിട്ട് അവരുടെ കണ്ടീഷൻ വെച്ച് ഏത് ഡയറക്ഷനാണ് പറയുന്നത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ആൻസർ ആയി കഴിഞ്ഞു. ഈ ഒരു മെത്തേഡിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് എപ്പോഴും നോർമലി സ്റ്റാർട്ടിംഗ് ഡയറക്ഷൻസ് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാതെ ആ ഡയറക്ഷനിലേക്ക് നമ്മുടെ ബേസ് വരച്ചിട്ട് ആ ഡയറക്ഷനിലേക്ക് വരച്ചങ്ങ് തുടങ്ങിയാൽ മതി. പക്ഷേ ഇവിടെ വരുന്ന നമുക്ക് സമയത്ത് എന്താണ്, ഇനീഷ്യൽ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് വരയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയായിരുന്നു, ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയായിരുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്, ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ വളരെ ബേസിക് ആണ്. അതിനകത്ത് വളരെ കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ക്ലാസ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബേസ് നിങ്ങൾക്ക് ഓക്കെ ആവും. ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ടും ആൻസറിലോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്നുകിൽ ക്ലാസ് കണ്ടതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ടൈപ്പ് എല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.